വിദേശത്ത് പോയതിനു ശേഷം അല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് പല ആളുകൾക്കും മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് വരുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഫാക്ടറാണ്. അബ്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും കോഴ്സിനോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യുന്നുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ശരിയായിട്ട് ഉറങ്ങാനോ റെസ്റ്റ് എടുക്കാനോ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാനോ അവർക്ക് സാധിക്കണമെന്നില്ല. സോ മെന്റലി ആൻഡ് ഫിസിക്കലി അവർ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ഇത് കാരണം ഹോർമോണൽ വേരിയേഷൻസ് വരാം. മാത്രമല്ല പല ആൾക്കാരും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് പോയിട്ടുണ്ടാവുക. ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും. സോ ഫിനാൻഷ്യൽ ഇഷ്യൂസിനെയും ഫാമിലിയും പറ്റിയുള്ള ചിന്തകൾ അവരിൽ ഉണ്ടാകാം. ഇതൊക്കെ തന്നെ മൈഗ്രെയിനിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫ്രീക്വന്റ് ആയിട്ട് മൈഗ്രെയിൻ അറ്റാക്സ് വരുമ്പോൾ ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കണം എന്ന് അവർക്ക് തോന്നാം. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഡോക്ടറെ കാണുക എന്നുള്ളത് അവിടെ അത്ര ഈസി ആയ കാര്യമല്ല. അപ്പോയിന്റ്മെന്റ് എടുക്കണം, ചിലപ്പോൾ ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം, ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാവാം, എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ വിദേശത്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അവർ നാട്ടിലെത്തിയിട്ടായിരിക്കും ഡോക്ടറെ കാണുന്നുണ്ടാവുക. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വീഡിയോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായി കൺസൾട്ട് ചെയ്ത് കൊറിയർ മുഖേന മെഡിസിൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. വിദേശത്ത് പോയതിനു ശേഷമാണ് മൈഗ്രെയിൻ വന്നത്, അല്ലെങ്കിൽ അതിനുശേഷം കൂടുതലായിട്ട് മൈഗ്രെയിൻ അറ്റാക്സ് കാണുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.